എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം തുടങ്ങുന്നത്. ലൈവ് എങ്ങനെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്പോർട്സ് 80 വഴിയും അതുപോലെ തന്നെ സ്ട്രീമിംഗ് ഉണ്ടാകുന്നത് ജിയോ സിനിമ വഴിയാണ്. ഫ്രീ സ്ട്രീമിംഗ് തന്നെയാണ് കൊടുക്കുന്നത് ഈ വട്ടവും. അപ്പോൾ ബ്ലാസ്റ്റേഴ്സും പഞ്ചാബുമായിട്ടുള്ള മത്സരം ഈ വരുന്ന ഞായറാഴ്ച, ആദ്യ മത്സരം മറ്റന്നാൾ ആരംഭിക്കുകയാണ്. അത് മോഹൻ ബഗാൻ മുംബൈ സിറ്റിയും ഒരു തകർത്ത പോരാ. അപ്പോൾ പഞ്ചാബുമായിട്ടുള്ള ആദ്യ 11 നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 4-3-3 ഫോർമേഷനിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഡിഫൻസിൽ 4 സയീഫും പ്രീതവും മിലോസും ഐബനും, ഇരുപക്ഷങ്ങളായ ഐമനും സയീഫും, ഡിഫൻസിൽ പ്രീതവും മിലോസുമായിരിക്കും. മിഡ്ഫീൽഡ്സിൽ ഫ്രെഡിയും വിപിനും കൂടെ സഹായിക്കാൻ ലൂണയും, പിന്നെ 3 അറ്റാക്കേഴ്സായിട്ട് ലെഫ്റ്റിൽ നോവയും സ്ട്രൈക്കിംഗ് പെപ്രയും റൈറ്റ് രാഹുലിനെയുമായിരിക്കും ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. ഐമൻ ഫസ്റ്റ് 11 ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. രാഹുലായിരിക്കും ചിലപ്പോൾ റൈറ്റ് വിങ്ങിൽ ആദ്യം ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് 11 നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് 11 ഇത് തന്നെയായിരിക്കും. കോച്ച് മിക്കൽ സ്റ്റാർ ഇറക്കാനായിട്ട് പോകുന്നത്. കോയിഫുക്ക സെക്കൻഡ് ഹാഫിലേ ഇറങ്ങത്തുള്ളൂ. അഥവാ ലൂണ മത്സരത്തിലില്ലെങ്കിൽ കോയിഫ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ജീസസിനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 11 തന്നെ കോച്ച് ഇടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പെപ്ര കൂടുതൽ മികച്ചൊരു പെർഫോമൻസ് ഡ്യൂറൻ കപ്പിൽ കാഴ്ചവെച്ചതും ടീമിൻ്റെ കൂടെയുള്ള ഒത്തിണക്കം തായ്ലൻഡ് വഴിയും അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പ് വഴിയും നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 11 പെപ്ര തന്നെയാണ് മുന്നേറ്റ നിരത്തിൽ. പിന്നെ ലെഫ്റ്റിൽ പന്ത് മുന്നിലെത്തിക്കാൻ 2 പ്ലേയേഴ്സ് ഉണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ വട്ടം, ലൂണയും നോവയും. അപ്പോൾ എത്രത്തോളം ISL മികവ് കാണിക്കുമെന്ന് നമുക്ക് തോന്നാം. ലൂണ ഒരു മികച്ച ഫോമിലല്ല ഇപ്പം, കുറച്ച് മത്സരങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ISLൻ്റെ ആവേശം തുടങ്ങാതെ ലൂണയും പയ്യെ ആവേശത്തിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം ലൂണ ഉറുഗ്വേന്ന് വന്നെന്ന് ഇപ്പോൾ അപ്ഡേറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ലൂണ സ്റ്റാർട്ടിങ് 11 കളിക്കുമെന്ന് തന്നെയാണ് എല്ലാ സൂചനകൾ വെച്ച്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ തന്നെ പ്രതീക്ഷിക്കും.